നമ്മൾ ഉണ്ടാക്കുന്നത് ശർക്കര വരട്ടിയത്. കായ തൊലി കളഞ്ഞ് ഇതിൻ്റെ കറ പോകാനായിട്ട് വെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വെച്ചതാണ് ഇത്. ഇതിലേക്കിട്ട് വെക്കാം നമുക്ക് ആദ്യം. തൊലി പൊളിച്ചെടുത്ത കായ നേരത്തെ ഞാൻ എടുത്ത് വെച്ച മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വെച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. കുറച്ച് നേരം അങ്ങനെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കറയൊക്കെ പോകും. കറ പോയി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാം. കായ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി കഴുകി ഒരു അരിപ്പയിലേക്ക് വാരി വെക്കാം. ഇതിന് വേണ്ട പൊടികൾ ഇനി തയ്യാറാക്കാം. അതിനുശേഷം നമുക്ക് ഇത് വറുത്തെടുക്കാം. ഇത് വറുത്ത് പൊടിച്ചത് വേണം. അതിനിത് പുഴുങ്ങലരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാം. വെല്ലം, പഞ്ചസാര, ജീരകം, കുരുമുളക്, ചുക്ക് പൊടിച്ചെടുത്തത്, അരി പൊടിച്ചത്. നമുക്ക് ഈ വെല്ലം ഉരുക്കിയെടുക്കാം. അരിഞ്ഞ വെച്ച കായൊക്കെ നമുക്ക് വറുത്തെടുക്കാം. ഓയിലാണ് ഞാൻ കായ് വറുക്കുന്നത്. മൂപ്പായി വരുമ്പം നമുക്ക് ഇതിനകത്ത് ഉപ്പുനീരൊഴിച്ച് കൊടുക്കാം. ഉരുക്കി അരിച്ചെടുത്ത വെള്ളം നമുക്കൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. എല്ലാം ഈ പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് കായ വെച്ച കായ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ടു. നമുക്ക് ഈ അരിപ്പൊടിയും പഞ്ചസാരയും ചുക്കും കുരുമുളകും ജീരകവും കൂടി പൊടിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മൊത്തം വെള്ളം എല്ലാത്തിലും പിടിച്ചു. നമുക്ക് ചുക്ക് പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലായിടത്തും മൊത്തത്തിൽ തൂളി കൊടുക്കുക. അരിപ്പൊടിയും പഞ്ചസാരയും ചുക്കും കുരുമുളകും എല്ലാം കൂടി പൊടിച്ച് വെച്ചത് ഇങ്ങനെ മൊത്തം തൂളിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ശർക്കര വരട്ടിയത് റെഡി.